നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ ക്രൂരമായി മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ തന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന എഡിജിപി എം.ആർ. അജിത് കുമാറിന്റെ വാദങ്ങൾ സംസ്ഥാന സർക്കാർ തള്ളി. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലെ ഗുരുതരമായ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തതെന്ന് സർക്കാർ വ്യക്തമാക്കി. നടപടി ചോദ്യം ചെയ്ത് എഡിജിപി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നൽകിയ ഹർജിക്ക് മറുപടിയായി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. സസ്പെൻഷൻ ഉത്തരവിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചില്ലെന്ന വാദം തള്ളിയ സർക്കാർ നടപടിയെടുക്കാൻ ചീഫ് സെക്രട്ടറിക്ക് പൂർണ്ണ അധികാരമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. സസ്പെൻഷന് പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്നോ പ്രൊമോഷൻ തടയാനുള്ള നീക്കമാണെന്നോ ഉള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും എല്ലാ നടപടികളും കൃത്യമായ ചട്ടങ്ങൾ പാലിച്ചാണ് പൂർത്തിയാക്കിയതെന്നും സർക്കാർ വ്യക്തമാക്കി. നടപടിയെടുക്കുന്നതിന് മുൻപ് എഡിജിപിയോട് വിശദീകരണം തേടിയിരുന്നുവെങ്കിലും അത് തൃപ്തികരമായിരുന്നില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ കേസിൽ എഡിജിപി ഇടപെട്ട് ചിലരുടെ മൊഴികൾ മാറ്റിച്ചതിന് തെളിവുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിനാൽ തന്നെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം നിലനിൽക്കില്ലെന്നും അജിത് കുമാറിന്റെ ഹർജി തള്ളണമെന്നും സർക്കാർ ട്രൈബ്യൂണലിനോട് ആവശ്യപ്പെട്ടു. ഹർജി അടുത്ത മാസം 3-ാം തീയതി ട്രൈബ്യൂണൽ വീണ്ടും പരിഗണിക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലത്ത് നടന്ന ഈ സംഭവത്തിൽ നിലവിലെ ആലപ്പുഴ എം.എൽ.എ. എ.ഡി. തോമസ് ഉൾപ്പെടെയുള്ളവർക്കാണ് മർദ്ദനമേറ്റത്. സംഭവം വലിയ വിവാദമായെങ്കിലും അന്നത്തെ സർക്കാരിന്റെ കാലത്ത് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായിരുന്നില്ല. എന്നാൽ വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതോടെ കേസിൽ പുനരന്വേഷണം പ്രഖ്യാപിക്കുകയും എസ്.പി. എ.പി. ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് ചുമതല കൈമാറുകയും ചെയ്തു. കീഴുദ്യോഗസ്ഥരെ ഉപയോഗിച്ച് എഡിജിപി അജിത് കുമാർ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതായി SIT നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖർ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറി. SITയുടെ കണ്ടെത്തലുകൾ ഗുരുതരമായതിനെ തുടർന്നാണ് എഡിജിപിക്കെതിരെ സസ്പെൻഷൻ നടപടിയുണ്ടായത്. സസ്പെൻഷൻ ചോദ്യം ചെയ്ത് അജിത് കുമാർ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചെങ്കിലും നടപടി കൃത്യമായ ചട്ടങ്ങൾ പാലിച്ചാണെന്നും അത് റദ്ദാക്കരുതെന്നും സർക്കാർ വ്യക്തമാക്കുകയായിരുന്നു. പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ കേസ് അട്ടിമറിക്കാൻ കീഴുദ്യോഗസ്ഥരെ ഉപയോഗിച്ചുവെന്ന സർക്കാരിന്റെയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെയും കണ്ടെത്തൽ സംസ്ഥാന പോലീസ് ചരിത്രത്തിൽ തന്നെ കടുത്ത നാണക്കേടായി മാറിയിരിക്കുകയാണ്. മുൻ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് മുങ്ങിപ്പോകുമായിരുന്ന ഒരു കേസിലാണ് ഭരണമാറ്റത്തിന് ശേഷം രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശൻ സർക്കാരും അടിയന്തരമായി ഇടപെട്ട് എ.പി. ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ പുനരന്വേഷണം പ്രഖ്യാപിച്ചത്. പോലീസ് സേനയിലെ ക്രിമിനൽ വൽക്കരണത്തിനും വഴിവിട്ട ഇടപെടലുകൾക്കും വെച്ചുപൊറുപ്പിക്കലെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ നടപടിയിലൂടെ വന്നിരിക്കുന്നത്. അടുത്ത മാസം 3-ാം തീയതി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ എം.ആർ. അജിത് കുമാറിന്റെ ഹർജി തള്ളപ്പെടുമോ അതോ കേസിൽ കൂടുതൽ ഉന്നതർ കുടുങ്ങുമോ എന്നാണ് കേരള സമൂഹം ഉറ്റുനോക്കുന്നത്.